ഹായ് എസ്എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ യഥാർത്ഥമായാണ് സ്നേഹിക്കുന്നത്, ഒരിക്കലും നിങ്ങളെ ഇട്ടിട്ട് പോവില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന, അതായത് അത് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സൈൻസ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ ഒന്ന് നിങ്ങൾ വീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നോക്കുക. വളരെ നന്നായിട്ടാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ നിങ്ങളെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷന്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും ഒക്കെ അറിയാം, എന്നിട്ടും അവർ നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ഫ്ലേർട്ടിംഗ് രീതിയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇവർ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പം നമ്മൾ ആരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ അറിയുന്നുണ്ടാവും നമ്മളിപ്പോൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ സെയിം ടൈം ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഫ്രണ്ട്സിനെ അറിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, അപ്പൊ അവർക്ക് ഒരിക്കലും മോശമായിട്ട് നമ്മൾ മെസ്സേജ് അയക്കാൻ പാടില്ല, മോശമായ രീതിയിൽ നമ്മൾ അവരെ കാണാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഒരിക്കലും മോശമായിട്ട് നമ്മളോട് പെരുമാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ മോശമായിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിംഗ് രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ റിയൽ ആയിട്ട് നോക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഫ്രണ്ട്സിനെ അറിയുന്നത് കൊണ്ടാണ് നിങ്ങളോട് അവർ ആ ഒരു ഫ്ലേർട്ടിംഗ് രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല, വളരെ നീറ്റായിട്ടാണ്, നല്ല രീതിയിലാണ്, റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നിങ്ങളോട് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ പുരുഷൻ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും അവർ നിങ്ങളെ വിട്ടിട്ട് പോവില്ല എന്നുള്ളതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹി റെസ്പെക്ട്സ് യുവർ ഫാമിലി എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. മീൻസ് ഇപ്പൊ അവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അതല്ല, ചിലപ്പോൾ ആ ഒരു ഫാമിലിയിലുള്ള ആളുകളുടെ വിചാരം നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കാം എന്നുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിയെ നല്ല രീതിയിൽ ബഹുമാനിക്കുകയും നന്നായി തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും അവരോട് മുഖം തിരിച്ച് സംസാരിക്കുക, ദേഷ്യപ്പെട്ട് സംസാരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇവരുടെ ഫാമിലിയിലുള്ളവരെ എങ്ങനെയാണോ ഇവരെ നോക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്, ആ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫാമിലിയെയും ഇവർ കാണുന്നുണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ഫാമിലിയോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ ഇതൊരു സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഇവർ നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. സോ നിങ്ങളുമായിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫാമിലിയോടും ഇത്തരത്തിൽ നല്ല രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് രഹസ്യങ്ങളൊന്നും അധികം ഇവർ ഉള്ളിൽ വെക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ ലേഡീസിന് പൊതുവെ ഒരു കഴിവുണ്ട്, രഹസ്യങ്ങൾ മനസ്സിൽ വെക്കുന്ന ആളുകളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതൊരു സൈക്കോളജിയാണ്, ശരിക്കുമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് രഹസ്യങ്ങൾ ഒരുപാട് ഇവരുടെ ഉള്ളിൽ വെക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ രഹസ്യങ്ങൾ ഉള്ളിൽ വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ചെറിയ രീതിയിലൊക്കെ പറ്റിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഇവർക്ക് ഒരുപാട് നിക്കൂട്ടതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, രഹസ്യങ്ങളൊന്നുമില്ല, നിങ്ങളോട് വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാം ആ പേഴ്സൺ നിങ്ങളെ അൺകണ്ടീഷണലി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളോട് മാത്രമാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവുക. സോ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രണയിക്കുന്നത് കൊണ്ടാണ്, ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോകാൻ അവർ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും നിങ്ങളിപ്പോൾ വലിയൊരു ഗോൾഡോ ഡയമണ്ടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് വാങ്ങിത്തരും എന്നൊന്നല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പറയുമല്ലോ, അതൊന്നും ഒരുപാടൊന്നും നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ചെയ്തു തരാൻ കഴിയുന്ന അത്രയും പെട്ടെന്ന് തന്നെ അവരത് ചെയ്തു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവില്ല. അവർ പറയുന്ന പല പ്രോമിസുകളും അവർ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. പരമാവധി അവരുടെ പ്രോമിസ് പാലിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുക, നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക,
ഇങ്ങനെയൊന്നും അവർ ചെയ്യുന്നുണ്ടാവില്ല. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. സോ ഇത്തരത്തിൽ എന്ത് തന്നെ പ്രോബ്ലം ആണെങ്കിലും അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അവരുടെ മാത്രമാണെങ്കിലും അത് നിങ്ങൾക്ക് കൂടി എഫക്ട് ചെയ്യാതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, രണ്ടുപേരെയും ബാധിക്കുന്നതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്കിടയിലുള്ളതാണെങ്കിലും പെട്ടെന്ന് തന്നെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതിന് അവർ മുൻകൈ എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇട്ടേച്ച് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അവിടെ തന്നെ ഇരുന്നോട്ടെ, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാലോ, അങ്ങനെ ആവും വിചാരിക്കണ്ടാവുക. പക്ഷെ ഇവരങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ അതെല്ലാം സോൾവ് ചെയ്യണം, നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം, അതായത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് ആ പ്രോബ്ലം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം എന്നായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. സോ അതിനുള്ള മുൻകൈ അവരെപ്പോഴും എടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ പ്രണയിക്കുന്ന ആ ഒരു പേഴ്സണിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സൈനാണ്. ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ല എന്നുള്ളത്. സോ ഈ പറയുന്ന പോയിന്റ്സുകളൊക്കെ അവരിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളായിട്ട് ആ പേഴ്സണെ വിഷമിപ്പിക്കാതിരിക്കാം. കാരണം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷമായിരിക്കും. അതിനുവേണ്ടി അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരോട് തിരിച്ചും ഒന്ന് ബിഹേവ് ചെയ്യാം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുള്ളൊരു സൊല്യൂഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സ്ക്രീനിന്റെ മുകളിലായിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് പറയാം. അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പൂർണ്ണമാവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്